അമേരിക്കയും ഇറാനുമായിട്ടുള്ള യുദ്ധം വീണ്ടും തുടങ്ങിയ സാഹചര്യത്തിൽ ഇറാന്റെ നിരവധി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയ കൂട്ടത്തിൽ ഇന്ത്യക്കും കൂടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇറാന്റെ ചബഹാർ പോർട്ടിൽ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ രീതിയിലുള്ള വാർത്തകളും വ്യാഖ്യാനങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ഒരു തുറമുഖത്തിനെ അമേരിക്ക ആക്രമിച്ചു, ഇന്ത്യയെ ആക്രമിച്ചു, ഇന്ത്യയെ ലക്ഷ്യം വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ ഈ യുദ്ധത്തിലെ ഇടപെടലുകൾ സംശയത്തോടെ അല്ലാതെ നമുക്ക് നോക്കിക്കാണാൻ പറ്റില്ല. ഇന്ത്യ വളരെ ശക്തമായ ഒരു രാജ്യമായിട്ട് മാറുന്നത് അമേരിക്ക ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നമ്മളെ തകർക്കാനായിട്ടുള്ള ഒരു ശ്രമങ്ങളും ഡീപ് സ്റ്റേറ്റ് ഒന്നും നഷ്ടപ്പെടുത്തുകയുമില്ല. പക്ഷേ കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും ഈ ചാബഹാറുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആക്രമണം നടന്നു എന്ന് പറയുന്നത് സത്യമാണ്. അമേരിക്ക ചാബഹാർ പോർട്ടിൽ ആക്രമണം നടത്തി. ചാബഹാർ മാത്രമല്ല, ഇറാന്റെ പല തുറമുഖങ്ങളിലും പല കേന്ദ്രങ്ങളിലും അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണം പൂർണ്ണമായിട്ട് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. കാരണം ചാബഹാർ തുറമുഖത്തിൽ ഇന്ത്യക്ക് എന്താണ് ഇൻവോൾവ്മെന്റ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് നോക്കാം. അതോടൊപ്പം തന്നെ ഈ ഹോർമിസ് കടലിടുക്കിലൂടെയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ കരാർ അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നത്. ഈ ഹോർമുസ് കടലിടുക്കിനെ ഇറാൻ അവരുടെ ഒരു സ്വത്തായി കണ്ടുകൊണ്ട് അവർക്ക് തോന്നുമ്പോൾ തുറക്കാനും അവർക്ക് തോന്നുമ്പോൾ അടയ്ക്കാനും പറ്റുന്ന ഒന്നാക്കി മാറ്റുന്നത് ഇന്ത്യക്ക് പോലും ഒട്ടും ഗുണമല്ല എന്ന് മാത്രമല്ല, അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സോ ഹോർമുസിനെ ഹൈജാക്ക് ചെയ്യാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ തകർത്തുകൊണ്ട് അതിനൊരു അറുതി വരുത്തുക എന്നത് ശരിക്കും സുതാര്യമായ വ്യാപാരം നടക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അമേരിക്കയോ ഇസ്രയേലോ മാത്രമല്ല, ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും ചൈനയും അടക്കം ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ഇറാൻ ഹോർമുസിനെ ആയുധമാക്കുന്നതിനെ തടയണമെന്ന്. കാരണം ഏതെങ്കിലും ഒരു രാജ്യം ഒരു വ്യാപാര പാത അവരുടെ സ്വത്ത് പോലെ ഉപയോഗിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇനി ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറാൻ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണമായിട്ട് അമേരിക്ക ആക്രമിച്ച കൂട്ടത്തിൽ ചാബഹാർ അടക്കമുള്ള പോർട്ടുകൾ കൂടി ആക്രമിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യക്ക് നേരിട്ടുള്ള വ്യാപാര പാത ഒരുക്കുന്ന ഒരു ഇടമാണ് ഈ ചാബഹാർ പോർട്ട്. ഇറാനുമായിട്ട് നമ്മൾ വളരെ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. നമ്മുടെ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് തുടങ്ങുകയും മോദി വന്നതിന് ശേഷം പൂർത്തിയാക്കുകയും ചെയ്ത ഒരു പ്രോജക്റ്റാണ്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ഈ പ്രോജക്റ്റ് കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല. മോദി വന്നതിന് ശേഷമാണ് ഇത് പൂർത്തിയാക്കുന്നതും 10 വർഷത്തെ കരാറോ മറ്റോ ഇന്ത്യ സൈൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ്. ഇതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇവിടെയാണ് നമുക്ക് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ നമ്മുടെ ഭാഗമാകേണ്ട ആവശ്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നെങ്കിൽ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകാൻ നമുക്ക് ആരുടെ സഹായവും വേണ്ടായിരുന്നു. പാക് അധീന കാശ്മീർ എത്രയും പെട്ടെന്ന് ഇന്ത്യയുടെ ഭാഗമാകേണ്ടത് അതുകൊണ്ട് തന്നെ ആവശ്യമാണ്. ഇതിപ്പോൾ നമുക്ക് സെൻട്രൽ ഏഷ്യ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ മറികടന്ന് ഇറാനിലുള്ള ചാബഹാർ പോർട്ട് വഴിയേ പറ്റൂ. ആ പോർട്ടാണ് നിലവിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ പോർട്ടിനകത്ത് ഇന്ത്യക്ക് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഇന്ത്യ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ടെർമിനലാണ്. ഈ തുറമുഖത്തിന് 2 ടെർമിനലാണ് ഉള്ളത്. ഷാഹിദ് അൽ കലന്തരി എന്നോ അങ്ങനെ മറ്റോ ആണ് കേട്ടോ ഒരു ടെർമിനലിന്റെ പേര്. രണ്ടാമത്തെ ടെർമിനൽ ഷാഹിദ് ബഹഷ്തി എന്നോ മറ്റോ ആണ്. ഈ ഷാഹിദ് ബഹഷ്തി എന്ന് പറയുന്ന ടെർമിനലാണ് നമ്മൾ പൂർണ്ണമായിട്ട് വികസിപ്പിച്ചെടുത്തതും പ്രവർത്തിപ്പിക്കുന്നതും. 10 വർഷത്തെ ദീർഘകാല കരാർ പ്രകാരമാണ് നമ്മൾ ഈ ഒരു തുറമുഖം ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ സാധനമല്ല അത് നമ്മളെപ്പോഴും നമ്മുടേതെന്ന് പറയുന്നുവെങ്കിലും അതിന്റെ നടത്തിപ്പ് അവകാശം മാത്രമാണ് നമുക്കുള്ളത്. 10 വർഷത്തേക്കാണ് നിലവിൽ. ഭാവിയിൽ ചിലപ്പോൾ അത് നീട്ടി കിട്ടിയേക്കാം. തന്ത്രപരമായി നോക്കിയാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണത്. നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനം നിയന്ത്രിക്കുന്ന ഈ ഒരു ടെർമിനൽ കൂടി ചാബഹാറിൽ ആക്രമിക്കപ്പെട്ടതിന്റെ കൂട്ടത്തിലുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇന്ത്യ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഇവിടെ നടത്തിയിട്ടുണ്ട്, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇന്ത്യക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ ചരക്ക് നീക്കത്തെ അത് ബാധിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ പരസ്യമായിട്ട് നമുക്ക് അമേരിക്കയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒന്ന്, യുദ്ധം നടക്കുകയാണ്. കുറെ കാലം അമേരിക്ക നമുക്ക് ഇളവ് തന്നിരുന്നു, ചാബഹാറിനെ ഒഴിവാക്കിയിട്ട് ഉപരോധങ്ങളിലടക്കം ഇളവ് തന്നിരുന്നു. പക്ഷേ ഇറാൻ ചാബഹാറിനെ മറയാക്കിക്കൊണ്ട്, അതായത് ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുന്ന ഈ ഒരു സൗകര്യം അല്ലെങ്കിൽ ഇളവിനെ മറയാക്കിക്കൊണ്ട് ഇറാൻ അമേരിക്കയ്ക്കെതിരെയും ഹോർമുസ് കടലിടുക്ക് വഴി വരുന്ന കപ്പലുകൾക്കെതിരെയും ആക്രമണം നടത്തുന്നു എന്നാണ് അമേരിക്കൻ സൈന്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇറാന്റെ എല്ലാ ഫെസിലിറ്റീസും തകർക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇറാനിലെ എല്ലാ പോർട്ടുകളും ആക്രമിച്ച കൂട്ടത്തിൽ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്നോ ഇല്ലെന്നോ കണക്കാക്കാതെ അമേരിക്ക
ചാബഹാർ പോർട്ടിൽ ആക്രമണം നടത്തി എന്നതൊരു വസ്തുതയാണ്. പക്ഷെ ഇവിടെ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അമേരിക്കയെ പിണക്കാൻ നമുക്ക് കഴിയില്ല. പലരുടെയും കമന്റ് കണ്ടു, ഇന്ത്യ എന്തുകൊണ്ട് എയർ ഡിഫൻസ് സിസ്റ്റം യൂസ് ചെയ്തില്ല, ഇന്ത്യ എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല. നമ്മൾ ഈ യുദ്ധത്തിന്റെ ഭാഗമല്ല, ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. അവിടെ നമ്മുടെ അസറ്റ്സ് ഉണ്ട്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് ചാബഹാറിലുണ്ട്. അത് മറ്റൊരു രാജ്യമാണ്. നമുക്ക് അവിടെ സംരക്ഷണം നൽകേണ്ടത് യഥാർത്ഥത്തിൽ ഇറാനാണ്, അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് എയർ ഡിഫൻസ് സിസ്റ്റവും കപ്പലും കൊണ്ടുപോയിട്ട് പ്രതിരോധിക്കേണ്ട കാര്യമല്ല. അത് ഇറാൻ ചെയ്യേണ്ട കാര്യമാണ്. ഇനി ഇന്ത്യക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് പരസ്യമായിട്ട് അമേരിക്കയെ കുറ്റപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും പോകരുത്. കാരണം അമേരിക്ക നമ്മുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ്. അമേരിക്ക ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും തന്ത്രപ്രധാന പ്രതിരോധ സുഹൃത്തുമാണ്. ചൈനയെ പ്രതിരോധിക്കാൻ ഉൾപ്പെടെ നമുക്ക് അമേരിക്കയുടെ സഖ്യം അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ പരസ്യമായിട്ട് നിങ്ങൾ എന്തായി കാണിച്ചതെന്ന് ചോദിച്ച് അമേരിക്കയെ പഠിപ്പിക്കാൻ പോകാനോ എതിർക്കാൻ പോകാനോ ഈ ഘട്ടത്തിൽ ഒരിക്കലും പാടില്ല. പൂർണ്ണമായും നമ്മൾ സ്വയം പര്യാപ്തമാകുന്നത് വരെ, അമേരിക്കയുടെ പത്തി പൊങ്ങാത്ത വിധം താഴുന്നത് വരെ അമേരിക്കയെ വെറുപ്പിക്കാതിരിക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. അതേ സമയത്ത് നമുക്ക് ഇറാനെയോ ചാബഹാർ പോർട്ടിനെയോ തള്ളി പറയാനും പറ്റില്ല. പോർട്ട് നമുക്ക് കിട്ടിയേ പറ്റൂ, അത് വിട്ടുകൊടുക്കാനും പറ്റില്ല. അപ്പോൾ പാകിസ്ഥാനും ചൈനയും ഒക്കെ നമ്മൾ അത് ഉപേക്ഷിച്ച് പോയെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മൾ ആ പോർട്ട് ഒരു ഘട്ടത്തിലും കൈവിടാതെ ഇറാനെയും വിശ്വാസത്തിലെടുക്കണം. അമേരിക്കയെ തള്ളി പറയാനും പാടില്ല, ഇറാനെയും പിണക്കാൻ പാടില്ല. ഒരു ബാലൻസിങ് ആക്ട് കൊണ്ട് മാത്രമേ നമുക്കിവിടെ നേരിടാൻ പറ്റൂ. നമുക്ക് നഷ്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം. യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഈ യുദ്ധം തുടരുന്നിടത്തോളം കാലം ചാബഹാർ പോർട്ടിന് മാത്രമായിട്ട് ഒരു ഇളവ് തരാനൊന്നും ഒരു രാജ്യത്തിനും പറ്റില്ല. ഇത്രയും കാലം കിട്ടിയത് തന്നെ വലിയ കാര്യം. നമുക്ക് ഇവിടെ നയതന്ത്ര തലത്തിൽ അമേരിക്കയുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടും ഇറാനിലുള്ള നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റൂ. ഇതേ സമയം തന്നെ നമ്മൾ ചെയ്യേണ്ടത് മറ്റു വഴികൾ കൂടി നമ്മൾ തേടണം. എല്ലാ കാലവും സെൻട്രൽ ഏഷ്യയുമായി കണക്ട് ചെയ്യാൻ ഈ ഒരു പോർട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും പാക് അധീന കാശ്മീരിന്റെ കാര്യത്തിലടക്കം നമ്മൾ തീർച്ചയായും ഇടപെടേണ്ടതുണ്ട്. നമുക്ക് സ്ഥിരമായൊരു പരിഹാരം പല കാര്യങ്ങളിലും ആവശ്യമാണ്. അപ്പൊ ഇവിടെ തൽക്കാലം നമുക്ക് നിഷ്പക്ഷമായിട്ട് നിൽക്കാനേ പറ്റൂ. നമ്മൾ പോയി ഈ യുദ്ധത്തിൽ പ്രതികരിക്കാനോ ആക്രമിക്കാനോ പോകേണ്ട കാര്യം നമുക്കില്ല. മാത്രവുമല്ല, ഈ മേഖല ശാന്തമാകേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. എത്ര കാലം നമുക്കിങ്ങനെ ഇറാൻ ഇസ്രായേൽ വിഷയം ഇങ്ങനെ നിലനിർത്തി മുന്നോട്ട് പോകാൻ പറ്റും? ഹോർമുസ് കടലിടുക്ക് ഇറാൻ തോന്നുമ്പോഴൊക്കെ അടയ്ക്കുകയും തോന്നുമ്പോഴൊക്കെ തുറക്കുകയും ചെയ്യുമ്പോൾ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടേ പറ്റൂ. നമ്മുടെ കപ്പലുകൾ കൂടി ആക്രമിക്കപ്പെടുകയാണ്, നമുക്ക് ചരക്ക് നീക്കം സാധിക്കുന്നില്ല, മിഡിൽ ഈസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ഇതിനൊരു അന്തിമമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. അപ്പോൾ മറ്റൊരർത്ഥത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ്. ഇപ്പൊ അമേരിക്ക നടത്തുന്ന ഈ യുദ്ധത്തിൽ ഇപ്പോൾ തെറ്റും ശരിയും ആരുടെ ഭാഗത്താണെങ്കിലും ബുദ്ധിമുട്ടുന്നത് ഇന്ത്യയും ചൈനയും ജപ്പാനും ഓസ്ട്രേലിയയും പോലെയുള്ള രാജ്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഹോർമുസ് കടലിടുക്കിനെ ചരക്ക് നീക്കത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ്. സോ അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. അപ്പൊ അത് ഇറാനും അമേരിക്കയും ഇസ്രയേലും കൂടെ ഇരുന്ന് തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ യുദ്ധത്തിൽ ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ ജയിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ രണ്ടു കൂട്ടരും ജയിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ഒരു ധാരണയിലേക്ക് എത്തണം. എന്നേക്കുമായിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. അമേരിക്ക തീർച്ചയായും ആക്രമണം തുടരും. ഇനി വലിയ ആക്രമണങ്ങൾ ചാബഹാറിൽ ഇന്ത്യൻ അസറ്റ്സിന് നേരെ ഉണ്ടാവാത്ത വിധത്തിൽ ഇന്ത്യ അമേരിക്കയുമായിട്ട് നയതന്ത്ര തലത്തിൽ ഇടപെട്ടുകൊണ്ട് ഇന്ത്യയുടെ തടി രക്ഷിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനം. ചാബഹാറിൽ വലിയ പരിക്ക് ഇനിയെങ്കിലും പറ്റാതെ നോക്കുക. ഇത് യുദ്ധമാണ്, ഇനി നാളെയും സംഭവിക്കാം. യുദ്ധത്തിൽ ഇപ്പോൾ നമുക്ക് മാത്രമായിട്ടൊരു കൺസിഡറേഷൻ ഒന്നും തരാൻ പറ്റില്ല. നാളെ ഇപ്പോൾ നമ്മൾ യുദ്ധം ചെയ്യുന്ന സമയത്തും പരിമിതികൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു രാജ്യമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങളുടെ അസറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമല്ല. മാത്രമല്ല, സൈന്യത്തിന്റെ നിലപാട് വളരെ പ്രധാനമാണ് യുദ്ധ സമയങ്ങളിൽ. അമേരിക്കൻ സൈന്യം വളരെ മുന്നേ തന്നെ ട്രംപിനോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ചാബഹാർ ആക്രമിക്കാൻ. ട്രംപ് ഭരണകൂടം നൽകിയൊരു ഇളവ് കാരണമാണ് ശരിക്കും ഇത്രയും കാലം പിടിച്ചു നിന്നത്. അപ്പൊ ഇത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമാണ്, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ നമുക്ക് ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. കാഴ്ചക്കാരായി നിൽക്കാൻ മാത്രമേ പറ്റൂ. വലിയ പരിക്കില്ലാതെ നമുക്ക് നമ്മുടെ അസറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ തടി പ്രൊട്ടക്ട് ചെയ്യുക, ഇന്ത്യക്ക് വലിയ പ്രശ്നമില്ലാതെ നോക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ ഈ യുദ്ധത്തിൽ ഒരു അറുതി വരേണ്ടത്, ശാശ്വത പരിഹാരം ഉണ്ടാവേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. അതിപ്പോൾ ഇറാൻ ആയിട്ട് യുദ്ധം ജയിച്ചാലും അമേരിക്ക ജയിച്ചാലും ഇസ്രയേൽ ജയിച്ചാലും നമുക്ക് വേണ്ടത് ഒരു ശാശ്വത പരിഹാരമാണ്. പിന്നെ ഹോർമുസ് കടലിടുക്കിനെ ഇറാൻ അവർക്ക് സ്ത്രീധനം കിട്ടിയതുപോലെ ഉപയോഗിക്കുന്നത് നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല. അത് നമ്മുടെ രാജ്യത്തിനും ഒരു ഭീഷണിയാണ്. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യ വലിയ രീതിയിൽ അമേരിക്കയെ പിണക്കാൻ നിൽക്കാതെ എന്നാൽ ഇറാനെയും പിണക്കാതെ ഒരു ബാലൻസ് ചെയ്ത് പോകുന്നത് തന്നെയായിരിക്കും നമുക്ക് നല്ലത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.